റോഡ് ടെസ്റ്റിൽ ഒരു റൗണ്ട് അബൌട്ട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് ഞാനിവിടെ പറയുന്നത്. ഹായ് ഫ്രണ്ട്സ്, ഞാൻ പ്രിൻസ്. ഇന്നിവിടെ നമ്മൾ നോക്കുന്നത് ഒരു സിംഗിൾ റോഡ് റൗണ്ട് അബൌട്ട് ദുബൈയിൽ നമ്മൾ എങ്ങനെ അത് നാവിഗേറ്റ് ചെയ്യാമെന്നുള്ളതാണ്. അത് റോഡ് ടെസ്റ്റിൽ എന്തൊക്കെ റൂൾസ്, അതിൻ്റെ ഗൈഡ് ലൈൻസ് എന്താണെന്നുള്ളതാണ് ഇവിടെ പരിശോധിക്കുന്നത്. ഇവിടെ നമ്മൾ 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ശ്രദ്ധിച്ചിരിക്കേണ്ടത്. ഒന്ന്, നമ്മൾ റൗണ്ട് അബൌട്ടിനെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്പീഡ് കുറയ്ക്കണം. അതുപോലെ തന്നെ ചിലപ്പോൾ റൗണ്ട് അബൌട്ടിന് മുന്നായിട്ടും അതുപോലെ തന്നെ റൗണ്ട് അബൌട്ട് എക്സിറ്റ് ആവുന്ന സമയത്തും പെഡസ്ട്രിയൻ അവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ പെഡസ്ട്രിയനെ നമ്മൾ മൈൻഡ് ചെയ്യണം, അവർക്ക് നമ്മൾ സ്പേസ് കൊടുക്കണം. അതുപോലെ തന്നെ മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, നമ്മളുടെ ട്രാഫിക്കിനനുസരിച്ചിട്ട് വേണം നമ്മൾ വാഹനം ഡ്രൈവ് ചെയ്യാനായിട്ട്. അതായത് നമ്മൾ റൗണ്ട് അബൌട്ടിലേക്ക് എൻട്രി ചെയ്യുമ്പോൾ റൗണ്ട് അബൌട്ടിന് ഉള്ളിലുള്ള വാഹനങ്ങൾ അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്കാണ് നമുക്ക് പ്രയോറിറ്റി ഉള്ളത്. അത് നമ്മൾ ശ്രദ്ധിക്കണം. ഇനി റൗണ്ട് അബൌട്ടിന്റെ ഉള്ളിലാണെങ്കിൽ നമ്മൾ ആ ലൈനിൽ തന്നെ നമ്മൾ ആ ലൈൻ കീപ്പ് ചെയ്ത് തന്നെ നിൽക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ സിംഗിൾ ലൈൻ റൗണ്ട് അബൌട്ട് കണ്ടിട്ട് അവിടെ ഓവർടേക്ക് ചെയ്യേണ്ട പ്രശ്നം വരുന്നില്ല, ലൈൻ ചേഞ്ച് ചെയ്യുന്ന പ്രശ്നങ്ങൾ വരുന്നില്ല. എന്നാൽ പോലും നമ്മൾ ഒരു കാരണവശാലും റൗണ്ട് അബൌട്ടിന്റെ ഉള്ളിൽ ലൈൻ ചേഞ്ച് ചെയ്യാനായിട്ട് പാടില്ല. പിന്നെ പ്രോപ്പറായിട്ട് നമ്മൾ ഇൻഡിക്കേറ്റർ കൊടുത്ത് മറ്റുള്ളവരെ നോട്ടീസ് ചെയ്യണം. അതുപോലെ തന്നെ ഓവർടേക്കിംഗ് പാടില്ല, അത് ഞാൻ നേരത്തെ പറഞ്ഞു, ഓവർടേക്കിംഗ് പാടില്ല. അതുപോലെ തന്നെ വളരെ ക്ഷമയോടുകൂടി നമ്മൾ ആ ഒരു സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്ത് വേണം റൗണ്ട് അബൌട്ടിന്റെ ഉള്ളിൽ ഡ്രൈവ് ചെയ്യാനായിട്ട്. ഇനി എക്സിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും ഇൻഡിക്കേറ്റർ കൊടുക്കണം. അത് മറ്റുള്ള അവരെ നമ്മൾ നോട്ടീസ് ചെയ്യുന്നതിന് വേണ്ടി തീർച്ചയായിട്ടും നിങ്ങൾ ഇൻഡിക്കേറ്റർ കൊടുക്കണം. അതുപോലെ തന്നെ നമ്മൾ പെഡസ്ട്രിയൻ, അതായത് എക്സിറ്റ് ചെയ്തതിന് ശേഷം അവിടെ പെഡസ്ട്രിയൻ ഉണ്ടെങ്കിൽ ആ പെഡസ്ട്രിയന് നമ്മൾ സ്ഥലം കൊടുക്കണം. അതുപോലെ വളരെ സേഫ് ആയിട്ട് നമ്മൾ എക്സിറ്റ് ചെയ്യണം. ഇൻ കേസ് നമ്മുടെ എക്സിറ്റ് മിസ്സായി കഴിഞ്ഞാൽ അവിടെ നമ്മൾ സഡൻ സ്റ്റോപ്പ് ചെയ്യാതെ ആ ഒരു റൗണ്ട് ഒന്നും കൂടെ കറങ്ങി നമ്മൾ പ്രോപ്പറായിട്ട് എക്സിറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി മറ്റൊരു വിഷയം എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മൾ ആ റൗണ്ട് അബൌട്ടിൽ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് അവിടെ ഏതെങ്കിലും ഹെവി വെഹിക്കിൾ ആ സിംഗിൾ ലൈൻ റൗണ്ട് അബൌട്ടിൽ ടേൺ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ ഹെവി വെഹിക്കിളിന് കുറച്ച് സ്പേസ് കൂടുതൽ വേണ്ടി വരുന്നതുകൊണ്ട് അവർ ചിലപ്പോൾ ഒരു ലൈനിന്റെ പുറത്തൂടെ അങ്ങനെ തിരിക്കുന്നതാണെങ്കിൽ നമ്മൾ സേഫായിട്ട് അവർക്ക് സ്പേസ് കൊടുക്കേണ്ടത് ആണ്. ഈ വിഷയങ്ങളൊക്കെയാണ് നമ്മൾ ഒരു സിംഗിൾ ലൈൻ റൗണ്ട് അബൌട്ടിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇതൊക്കെ നിങ്ങൾ റോഡ് ടെസ്റ്റിൽ മനസ്സിലാക്കിയിരുന്നാൽ നിങ്ങൾക്ക് ഇവിടെ നല്ല രീതിയിൽ പെർഫോം ചെയ്ത് പാസ്സാവാനായിട്ട് സാധിക്കും.